തൃപ്പൂണിത്തുറ സ്ഫോടന കേസിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് തുടക്കമായി. അന്വേഷണ ചുമതലയുള്ള സബ് കളക്ടർ കെ മീര സ്ഫോടന സ്ഥലം സന്ദർശിച്ചു. അതേസമയം സ്ഫോടനത്തെ തുടർന്ന് ഒളിവിൽ പോയ പുതിയകാവ് ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ ഹിൽ പാലസ് പോലീസ് മൂന്നാറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. തൃപ്പൂണിത്തുറ ചൂരക്കാട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സബ് കളക്ടർ കെ മീര സ്ഥലം സന്ദർശിച്ചത്. സ്ഫോടന സ്ഥലത്തെത്തിയ സബ് കളക്ടർ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. തുടർന്ന് സ്ഫോടനത്തിൽ തകർന്ന വീടുകൾ സന്ദർശിച്ച സബ് കളക്ടർ വീട്ടുകാരുമായും സംസാരിച്ചു. അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ കെ മീര അറിയിച്ചു. ഇവിടെ അപകടം ഉണ്ടാവാനിടയായ സാഹചര്യം, അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണത് അവിടെ ഒരു തീപിടുത്തത്തിലേക്ക് അത് നയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് ഇവിടെ ഉണ്ടായ നമ്മുടെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പും അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ പരിഗണനയിൽ വരുന്നുണ്ട്. അതേസമയം സ്ഫോടനത്തെ തുടർന്ന് ഒളിവിൽ പോയ പുതിയകാവ് ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെക്കുംപുറം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെയാണ് ഹിൽ പാലസ് പോലീസ് മൂന്നാറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കേസിലാണ് തെക്കുംപുറം കരയോഗം ഭാരവാഹികളും ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം മരട് വെടിക്കെട്ടിന് അനുമതി തേടി തെക്കേ ചെറുവാരം ഭാരവാഹികൾ സമർപ്പിച്ച അപേക്ഷ എറണാകുളം ജില്ലാ കളക്ടർ നിരസിച്ചു. പോലീസ്, റവന്യൂ, അഗ്നിരക്ഷാസേന എന്നിവരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടിയെന്ന് കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഈ മാസം 21, 22 തീയതികളിലാണ് മരട് കൊട്ടാരം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.